PSC എക്സാമുകളിൽ അനുഷ്ഠാന കലകൾ എന്ന വിഭാഗത്തിൽ നിന്നും 1 മാർക്കിന് ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രധാന അനുഷ്ഠാന കലകൾ നോക്കാം. പടയണി. മധ്യ തിരുവിതാംകൂറിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള അനുഷ്ഠാന കലാരൂപമാണ് പടയണി. നീലംപേരു പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല ആലപ്പുഴ. ദാരികനെ വധിച്ചു കോപം തീരാതിരുന്ന കാളിയെ ശമിപ്പിക്കാൻ പരമശിവന്റെ ഭൂതഗണങ്ങൾ കോലം കെട്ടിത്തുള്ളിയതിൻ്റെ സ്മരണയാണ് ഈ കലാരൂപമെന്ന് ഐതിഹ്യം. മുടിയേറ്റ്. ഭദ്രകാളി പ്രീതിക്കുള്ള അനുഷ്ഠാന കലയാണിത്. ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം ആവിഷ്കരിക്കുന്നതാണ് മുടിയേറ്റ്. കുംഭം മീനം മാസങ്ങളിലാണ് ദേവീക്ഷേത്രങ്ങളിൽ കാവുകളിലുമാണ് നടത്തി വരാറുള്ളത്. പ്രധാന വാദ്യോപകരണങ്ങൾ വീക്കുചെണ്ട, ഉരുട്ടുചെണ്ട, ഇലത്താളം, ചേങ്ങില. 2010 ഡിസംബറിൽ മുടിയേറ്റ് യുനെസ്കോയുടെ പൈതൃക കലയുടെ പട്ടികയിൽ ഇടം നേടി. തെയ്യം. ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ ഒന്നാണ് തെയ്യം. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം. തുലാമാസം 10 മുതൽ ജൂൺ അവസാനം വരെയാണ് തെയ്യക്കാലം എന്നറിയപ്പെടുന്നത്. വാദ്യോപകരണങ്ങൾ ചെണ്ട, വീക്ക്. തെയ്യം കലാരൂപത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, വീക്കുചെണ്ട, ഇലത്താളം, കുഴൽ. തെയ്യത്തെ പെരുങ്കളിയാട്ടം എന്നും വിളിക്കാറുണ്ട്. തോൽപ്പാവക്കൂത്ത്. കേരളത്തിൽ കൂടുതൽ പ്രചാരമുള്ള പാവകളിയാണ് തോൽപ്പാവക്കൂത്ത്. പാലക്കാട്, പൊന്നാനി പ്രദേശങ്ങളിലെ ദേവീക്ഷേത്രങ്ങളിലാണ് നടത്തി വരാറുള്ളത്. തിരുവാതിരക്കളി. തിരുവാതിരയുമായി ബന്ധമുള്ളതുകൊണ്ട് ഈ പേര് വരാൻ കാരണം കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്തമാണ് തിരുവാതിരക്കളി. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ശിവക്ഷേത്രങ്ങളിലാണ് നടത്തി വരാറുള്ളത്. ശിവപാർവതിമാരെ സ്തുതിച്ചുകൊണ്ടാണ് സ്ത്രീകൾ ഈ കലാരൂപം അവതരിപ്പിക്കാറുള്ളത്.